നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ പരീക്ഷ വിശകലന വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തൃശ്ശൂരിലെയും കാസർകോട്ടെയും പത്തനംതിട്ടയിലെയും LD ക്ലർക്കിന്റെ പരീക്ഷ എഴുതാൻ പോകുന്ന കൂട്ടുകാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോകളാണ് ചെയ്തിരുന്നത്. ഇന്നായിരുന്നു ആ പരീക്ഷ നടന്നത്. പരീക്ഷയെക്കുറിച്ച് പൊതുവെ പല അധ്യാപകരുടെയും നിരൂപണങ്ങളെല്ലാം ഇപ്പോൾ നിങ്ങൾ തേടിപ്പിടിച്ച് കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും. എന്നിരുന്നാലും ഫാസിസ് അക്കാഡമിയുടെ നിരൂപണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇന്നത്തെ ഈ ഒരു പരീക്ഷയുടെ വിശകലനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. നമ്മുടെ വിശകലനം എന്ന് പറയുന്നത് വെറും 10% ആളുകൾക്ക് മാത്രം സംതൃപ്തി നൽകുന്നതും 90% ആളുകൾക്കും നിരാശ ജനിപ്പിക്കുന്നതുമാണ് എന്നറിയാം. കാരണം 90% ആളുകളും നമ്മൾ അനാലിസിസ് നടത്തി നമ്മൾ നിശ്ചയിക്കുന്ന ആ ഒരു മാർക്കിന്റെ പരിധിയിൽ എത്തില്ല എന്നറിയാം. എന്നിരുന്നാലും 90% അനിഷ്ടം ലഭിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് ദേഷ്യമുണ്ടായാലും സന്തോഷമുണ്ടായാലും അതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന ഒരു തിരിച്ചറിവിലാണ് ഇത് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനം എന്ന് പറയുന്നത് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിയും ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടക്കേടായാലും നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട്, അവിടെ തുറന്നു പറയാവുന്നതാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷ നടന്നു അല്ലെ. പരീക്ഷയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലായിട്ട് നടന്ന പരീക്ഷകൾ നമുക്കറിയാം അല്ലെ. തിരുവനന്തപുരം എന്ന് പറയുന്നത് ഒരു ഈസി വാക്ക് ഓവർ എന്ന രീതിയിൽ നമ്മൾ കരുതി. കൊല്ലം വന്നപ്പോൾ എന്താണ്, അത്രയും ഈസി വാക്ക് ഓവർ ആയിരുന്നില്ല, കുറച്ച് ടഫ് ആയിരുന്നു എന്ന് പറയാൻ പറ്റും. എന്നാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ തൃശ്ശൂരിന്റെയും കാസർകോട്ടെയും പത്തനംതിട്ടയിലെയും പരീക്ഷ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്ന കാര്യം വെച്ചാൽ എന്തായിരിക്കും, ഇൻ ബിറ്റ്വീൻ അതായിരുന്നു. അതായത് കുറച്ച് ഈസി ചോദ്യങ്ങളും കുറച്ച് ടഫായിട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കടന്നാക്രമണത്തിന് പോയി കഴിഞ്ഞാൽ നെഗറ്റീവ് കിട്ടാൻ സാധ്യതയുള്ള പരീക്ഷ എന്ന് തന്നെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മുടെ പ്രഥമ ലക്ഷ്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം, റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് പരീക്ഷ ഹാളിൽ പ്രയോഗിക്കേണ്ടത് തന്ത്രങ്ങളാണ് എന്ന് നമുക്കറിയാം. അല്ലാതെ PSC നൽകുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകി ഞാൻ PSCയുടെ ചോദ്യകർത്താവിനെ പരാജയപ്പെടുത്തി എന്ന് അഭിമാനം കൊള്ളുന്നതിൽ കഥയില്ല. നമ്മുടെ ഇത്രയും നാളത്തെ കാത്തിരിപ്പ്, നമ്മുടെ ഇത്രയും നാളത്തെ അധ്വാനം, വീട്ടുകാരുടെയും നാട്ടുകാരുടെയും എല്ലാം ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടി എന്നിവയെല്ലാമാണ് ഇന്ന് ഈ 3 ജില്ലകളിൽ പരീക്ഷ എഴുതിയ കൂട്ടുകാർക്കായിട്ട് 1:30 മണി മുതൽ 3:30 മണി വരെയുള്ള ആ ഒരു 2 മണിക്കൂർ സമയം പരീക്ഷ ഹാളിൽ നിങ്ങൾ ചെലവഴിച്ചപ്പോൾ നിങ്ങൾക്ക് നൽകുവാൻ സാധിച്ചത്. അതിൽ 1:30 മണിക്കൂറിന്റെ പരീക്ഷയാണ്. ആ 1:30 മണിക്കൂറിന്റെ പരീക്ഷയിൽ അവസാനത്തെ 10 മിനിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പരീക്ഷ എത്രത്തോളം ഭംഗിയായിട്ട് എഴുതി കഴിഞ്ഞാലും ആ അവസാനത്തെ 10 മിനിറ്റാണ് അത് നശിപ്പിച്ചു കളയുന്നത് എന്ന് നമുക്കറിയാം. അങ്ങനെ പലരുടെയും പരീക്ഷ ഇന്ന് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും വാസ്തവം തന്നെയാണ്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇന്നത്തെ പരീക്ഷ എന്ന് നമുക്കൊന്ന് പൊതുവെ നോക്കാം. സുഖദുഃഖ സമ്മിശ്രം എന്ന് പറയുന്ന പോലെ ഈസി ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കൂടുതലും അല്ലെ. എല്ലാവരും പ്രതീക്ഷിച്ച വളരെ പ്രയാസകരമായ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് കരുതിയ കുറച്ച് മേഖലകൾ ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്, കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതിലാണ് എല്ലാവരും ആഴത്തിൽ പഠനം നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷെ വലിയ ആഴത്തിലുള്ള ചോദ്യങ്ങളൊന്നും തന്നെ ഈ ഒരു മേഖലയിൽ നിന്നും ഇല്ലായിരുന്നു എന്ന് നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ സയൻസ് മേഖല എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചില്ല. ഒരു ശരാശരിക്കാരനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ പ്രശ്നമുണ്ടായത് എവിടെയാണെന്ന് വെച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ കേരള ഗവേണൻസ്, ഇമ്പോർട്ടന്റ് ആക്ടുകൾ, ആർട്ട്, കൾച്ചർ, ലിറ്ററേച്ചർ, കറണ്ട് അഫയേഴ്സ്, ഈ മേഖലയിൽ നിന്നൊക്കെ കുറച്ച് ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അതേപോലെ മാത്സ് എന്ന മേഖല നല്ല ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രം ഉത്തരം ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. അല്ലാത്ത ശരാശരിക്കാരനൊക്കെ വെറും 5 മാർക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ള മാത്സിലും. ഇംഗ്ലീഷും അതേപോലെ തന്നെ എന്തായിരിക്കാം, ഒരു 7ഓളം ചോദ്യങ്ങൾ വളരെ എളുപ്പമുള്ളതും ഒരു 3 ചോദ്യങ്ങളുടെ അല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. മലയാളമാണെന്നുണ്ടെങ്കിൽ മലയാളം പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, അതായത് പഴയ കാലത്ത് മലയാളമൊക്കെ പഠിച്ചിട്ടുള്ള ആളുകൾക്ക്, അതായത് ഇപ്പോൾ ഒരു 10, 35, 40 വയസ്സിനിടയിൽ പരീക്ഷ എഴുതുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ എഴുതാൻ പറ്റിയൊരു മലയാളമായിരുന്നു അത്. കാരണം പുതിയതായിട്ട് വന്ന പിള്ളേർക്ക് മലയാളമൊക്കെ സ്കൂളുകളിൽ ഗ്രാമർ പോർഷനും മറ്റു കാര്യങ്ങളൊക്കെ പഠിച്ചത് ചേരുംപടിയൊക്കെ പഠിച്ചിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് സൃഷ്ടിക്കാം. കാരണം പഴയ പദപ്രയോഗങ്ങളൊക്കെ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ നോക്കിയാൽ മലയാളം ഒരു മീഡിയം റേഞ്ച് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നോക്കിയാൽ 30 മാർക്കാണ് മലയാളത്തിനും ഇംഗ്ലീഷിനും കണക്കിനും കൂടിയുള്ളത്. അതിൽ ശരാശരി നോക്കിയാൽ എങ്ങനെ ഒരു 23 മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 23 മാർക്ക് പഠിച്ച ഒരാൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. 23ഓളം മാർക്കിനുള്ളത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. 7 മാർക്ക് ഒരുവിധം പഠിച്ച ഒരാള് ഇതിൽ സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 23ഓളം മാർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, ബാക്കി സ്കിപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ഇപ്പുറത്ത് നമ്മളുടെ
ആ GK മേഖല നോക്കിയാൽ അത് ഏകദേശം എത്ര മാർക്കിനുണ്ടായിരുന്ന ചോദ്യങ്ങൾ നമുക്കറിയാം അല്ലെ. 70 മാർക്കിന്റെ ചോദ്യങ്ങളാണ് GK, സയൻസ്, കറണ്ട് അഫയേഴ്സ് എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതിൽ ഏകദേശം ഒരു 52ഓളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്കൊന്ന് കൈവെക്കാൻ തോന്നുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ്. അതായത് പരമാവധി നമ്മൾ ഒഴിവാക്കണം, നെഗറ്റീവ് ഒഴിവാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു 52ഓളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അറ്റംപ്റ്റ് ചെയ്യുവാനായിട്ടുള്ള ഒരു പ്രചോദനം ലഭിക്കുന്ന ചോദ്യങ്ങളാണ്. അങ്ങനെ നോക്കിയാൽ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഏകദേശം ഒരു 75, അതായത് 100ൽ ഒരു 75 മുതൽ ഒരു 80 വരെയുള്ള ചോദ്യങ്ങൾ പല ആളുകളും എന്ത് ചെയ്തിട്ടുണ്ടാവും, അറ്റംപ്റ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മളിപ്പോൾ ഒരു റൗണ്ട് ഫിഗർ ആയിട്ട് 75ഓളം ചോദ്യങ്ങൾ അല്ലെങ്കിൽ 75% ചോദ്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 75% ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ആത്മവിശ്വാസ പ്രകാരമാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. കുറെ ആൾക്കാർ അതിന് മുകളിലും ചെയ്തിട്ടുണ്ട്. കാര്യം അത്രയ്ക്ക് നല്ല രീതിയിൽ പഠിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ അങ്ങനെയും ചെയ്തിട്ടുണ്ട്. നമ്മളിത് ഒരു എബവ് ആവറേജ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് നമ്മളിത് പറയുന്നത്. മറ്റുള്ളവർ എക്സ്ട്രാ ഓർഡിനറി ബ്രില്യന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്, അവർ 80ന് മുകളിലും ചിലപ്പോൾ ചെയ്ത് കാണാൻ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മളിവിടെ നോക്കിയാൽ ഈ ഒരു 75ഓളം ചോദ്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളായിരുന്നു. പക്ഷെ പരീക്ഷാ ഹാളാണ്, പരീക്ഷാ ഹാളിലെ അറ്റ്മോസ്ഫിയർ ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ നമുക്ക് തന്നെ ആത്മവിശ്വാസം ജനിപ്പിക്കുന്ന തരത്തില് ഹിസ്റ്ററിയും ജോഗ്രഫി, എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും പാട് എന്ന് കരുതിയ മേഖല ഈസി ആയിട്ട് വന്നു. അതോടുകൂടി എന്തായി, നമുക്ക് തോന്നി ഇനി ഈ പരീക്ഷ എങ്ങാനും വളരെ ഒരു ഈസി പരീക്ഷയായി മാറിയോ എന്നൊരു ചിന്തയുണ്ടാവും. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ആൾക്കാർ കയറി അങ്ങോട്ട് കടന്നാക്രമണം നടന്നു പോകും, അവർക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യുന്നു, മലയാളവും കണക്കും കാണുമ്പോൾ എന്താണ് അവരുടെ കൺട്രോൾ പോകും. മാർക്ക് സ്കോർ ചെയ്യാമെന്നൊരു മേഖലയാണ് മലയാളം കണക്കെന്ന് കരുതി ചെല്ലുന്ന ആൾക്കാരാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ എന്തായിരിക്കാം, മലയാളം ഒന്നും കാര്യമായിട്ട് പഠിച്ചിട്ടില്ലാത്ത ആളിനെ സംബന്ധിച്ച് കണക്ക് ഇച്ചിരി ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആളാണെങ്കിൽ മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവർക്ക് അവിടെ കൺഫ്യൂഷൻ ആകും, അവരുടെ റിലേ അതിൽ തെറ്റിപ്പോകും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും, അവര് ഈ ഒരു ടെൻഷനിൽ ഈസി ആയിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, വായിച്ചു പോലും നോക്കാതെ ശരി ആണ് എന്ന തെറ്റിദ്ധാരണയിൽ പോകും. അങ്ങനെയും കുറച്ച് നെഗറ്റീവുകളൊക്കെ സംഭവിക്കാൻ സാധിക്കും. എങ്ങനെ, ഒരു 75ന് മുകളിലൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു മാർക്ക് ചെയ്തിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് നോക്കിയാൽ അവര് കൃത്യമായ കാൽക്കുലേഷനിൽ പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. കൂടുതൽ കടന്നാക്രമണത്തിന് പോകേണ്ടതില്ല, കൃത്യമായത് മതി എന്ന രീതിയിൽ പോകുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ പരീക്ഷാ ഹാളിൽ വെച്ച് എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ ഇവർക്കൊക്കെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാം. അങ്ങനെ നോക്കിയാൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ, ഈ ഒരു 75% ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന മൈനസ് എന്ന് പറയുന്നത് ഒരു 9 മുതൽ 12 വരെ തെറ്റിപ്പോകാനുള്ള സാധ്യത. ശരാശരി മൈനസ് ആണ് ഞാൻ പറയുന്നത്. ശരാശരി ഇത്രയും മൈനസുകൾ സംഭവിക്കാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ലഭിക്കാൻ പറ്റുന്ന മാർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും, 75 9 പോയാൽ 66, 66 3 പോയി കഴിഞ്ഞാൽ ഒരു 63 മാർക്കായിരിക്കും ഇവരിലേക്ക് വരുന്നത്, ഇവർക്ക് ലഭിക്കാൻ പോകുന്നത്. പിന്നെ 12 മാർക്ക് പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തായി, 75 12 പോയാൽ 63, 63 പിന്നെ ഒരു 4 കൂടി പോയാൽ എത്രയായിരിക്കും, ഒരു 59 മാർക്ക് എന്ന് പറഞ്ഞ റേഞ്ചിലേക്ക് ഇവര് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഈ മാർക്ക് എന്ന് പറയുന്നതായിരിക്കും ഇന്ന് പരീക്ഷ എഴുതിയിരിക്കുന്ന ബഹുഭൂരിപക്ഷം ആളുകൾക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത്. ഒരു 63നും 59നും ഇടക്കുള്ള മാർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് എഴുതിയിട്ടുള്ള ആളുകൾക്ക് കിട്ടാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ നോക്കിയാൽ എങ്ങനെയായിരിക്കും ഇന്നത്തെ ഈ ഒരു കട്ട് ഓഫ് നിലവാരം എന്ന് നമ്മൾ നോക്കിയാൽ, നമ്മൾ ഓർക്കുക, ഏതൊരു പരീക്ഷയ്ക്കും ഒരു 5% എറർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്കറിയാം. ഈ ഒരു പരീക്ഷയ്ക്കും ഇതേപോലെ ചലഞ്ച് ചെയ്യപ്പെടുന്ന ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യപ്പെടാം. അങ്ങനെ ഡിലീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നല്ല മാർക്ക് എന്ന് പറയുന്നത് നേടിയ ആളുകളുടെ മാർക്ക് പലതും കുറയാം. നെഗറ്റീവ് അടിച്ച് പോന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് നെഗറ്റീവായ ചോദ്യങ്ങളാണ് ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ മൈനസ് ആയിട്ട് കണക്ക് കൂട്ടി ആ മാർക്കുകൾ കൂടാം. അപ്പൊ മാർക്കുകളിൽ ഏറ്റക്കുറച്ചിലുകളൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പൊ നമ്മുടെ ബാസിസ് അക്കാഡമിയുടെ ഒരു ഒപ്പീനിയന്റെ അടിസ്ഥാനത്തിലാണെന്നുണ്ടെങ്കിൽ ഇന്ന് നടന്ന ഈ ഒരു പരീക്ഷ നമുക്കറിയാം, പത്തനംതിട്ട അല്ലെ, അതേപോലെ തന്നെ തൃശ്ശൂര്, പിന്നെ ഏതായിരുന്നു കാസർഗോഡ്, ഈ 3 ജില്ലകൾക്കായിട്ടാണ് നടന്നത്. ഇവിടെ ഒരു 57 മുതൽ 63 വരെ ഉള്ള ഒരു മാർക്ക്, ഇതിനിടയിലായിരിക്കാം നമ്മുടെ നിഗമന പ്രകാരം കട്ട് ഓഫിനുള്ള സാധ്യത എന്നതാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. ഇനി ഈ 5ഓളം ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിന് മുകളിലുള്ള ചോദ്യങ്ങളൊക്കെ ഡിലീഷൻ സംഭവിക്കുകയാണെങ്കിൽ ഈ പറയുന്ന മാർക്കിൽ വ്യത്യാസം ഉണ്ടാവാം. അതായത് ഒരു 56 മാർക്കൊക്കെ വരെ, ചിലപ്പോൾ 55 മാർക്കിന് മുകളിലൊക്കെ നേടിയിട്ടുള്ള ആളുകൾ പോലും ചിലപ്പോൾ നമുക്ക് പറ്റാം ഇതിലേക്ക് വരാനുള്ള സാധ്യതയും ഉണ്ട് എന്ന് നമ്മൾ ഓർക്കുക. അപ്പോൾ നമുക്ക് എത്രത്തോളം നെഗറ്റീവ് സംഭവിച്ചു എന്നതാണ് ഓർക്കേണ്ടുന്നത്. അതായത് ഒരു 59 മുതൽ 63 മാർക്ക് വരെയാണ് നമ്മുടെ ഇവിടെ
ഈ ഒരു ഇന്നത്തെ പരീക്ഷയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എടുത്ത സാമ്പിൾ കളക്ഷനിൽ കിട്ടിയ ഒരു ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 59നും 63നും ഇടയിലാണ്. 70 നേടിയ ആൾക്കാരുണ്ട്, 72 നേടിയ ആൾക്കാരുമുണ്ട്, 50 നേടിയ ആൾക്കാരുമുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിയാൽ നമ്മുടെ മൊത്തത്തിലൊരു നിഗമനം നോക്കിയാൽ ഈ ഒരു 63 മാർക്ക് 59 മാർക്ക് ഇതിന് ഇടയിലായിരിക്കും ബഹുഭൂരിപക്ഷം ആളുകൾക്കും വരാനുള്ള സാധ്യത എന്ന് പറയുന്നത്. ഇനി ചോദ്യങ്ങളെല്ലാം ഡിലീറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു 57 മാർക്കിലേക്കും ഇത് താഴുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്ക് നേടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എങ്ങനെ ഒരു 60ന് മുകളിൽ നമ്മൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരോടും തന്നെ പറഞ്ഞായിരുന്നു ഒരു 62 65 മാർക്ക് എന്ന രീതിയിൽ നമ്മൾ സൂചിപ്പിച്ചായിരുന്നു അല്ല. ഒരു 62 65 മാർക്കൊക്കെ നേടിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ലഭിക്കാൻ പര്യാപ്തമായ ഒരു മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന് കണക്കാക്കാം. പ്രത്യേകിച്ച് 65 മാർക്കിനൊക്കെ മുകളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോലി ലഭിച്ചിരിക്കും. ഒരു 62 മാർക്കിന് മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ റാങ്ക് പട്ടികയിൽ നിങ്ങൾ ഉറപ്പായിട്ടും വന്നിരിക്കും എന്നൊക്കെയുള്ള ഒരു നിഗമനമാണ് നമുക്ക് നടത്താൻ സാധിക്കുന്നത്. ഇനി ഡിലീഷനും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ 60ൽ താഴേക്ക് പോലും ഏകദേശം 57 എന്നുള്ള നിലവാരത്തിലേക്ക് വരെ ഈ പറയുന്ന ആ ഒരു മാർക്ക് നിലവാരം താഴാനും സാധ്യതയുണ്ടെന്നറിയാം. ഇപ്പോൾ ഇങ്ങനെയുള്ള ഈ ആളുകൾ ഇവരെന്താണോ താകെ തകർന്നിരിക്കുന്ന അവസ്ഥയിൽ പല ആൾക്കാരും കാണാം. നിങ്ങൾ തകരേണ്ട കാര്യമില്ല. കാര്യം എന്താണ്, ഈ ഒരു പരീക്ഷ എഴുതിയ പലരും LSGDയുടെ പ്രിലിമിനറി പരീക്ഷ വിജയിച്ചിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന്റെ റിസൾട്ടോ മറ്റു കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. നേരെ LSGD പരീക്ഷയുടെ കോഴ്സിൽ അല്ലെങ്കിൽ LSGD പരീക്ഷയുടെ തയ്യാറെടുപ്പിലേക്ക് പോവുക. അതിന് നമുക്കൊരു കോഴ്സ് ഉണ്ട്. അത് 9846183166 എന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചു തിരക്കാവുന്നതേ ഉള്ളൂ. ഇനി അതേപോലെ LDC പരീക്ഷ കഴിഞ്ഞ ആളുകൾക്ക് ഇനി LGS പരീക്ഷ എഴുതാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പുസ്തകം മടക്കി വെക്കേണ്ട കാര്യമില്ല. നേരെ LGSന്റെ തയ്യാറെടുപ്പിലേക്ക് പോവുക. കാര്യം ഇത്രയും മാർക്കുകളൊക്കെ നിങ്ങൾക്ക് ഒരു 55 മാർക്കിന് മുകളിലൊക്കെ നേടാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം ശരിയായ ദിശയിൽ തന്നെയാണ്. അപ്പോൾ ആ ഒരു LGS പരീക്ഷ എഴുതാൻ യോഗ്യതയുള്ള ആൾക്കാർ നേരെ LGS പരീക്ഷയുടെ തീവ്ര പരിശീലനം ആരംഭിക്കുക. ഇനി LSGDയുടെ പരീക്ഷ എഴുതുവാനായിട്ട് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതെല്ലാം മറന്നിട്ട് നേരെ അതിലേക്ക് പോവുക. ഈ രണ്ട് പരീക്ഷയുടെയും കോഴ്സുകൾ നമ്മുടെ അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പർ 9846183166 എന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ പരീക്ഷ കഴിഞ്ഞിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇനി വരാനിരിക്കുന്ന നമ്മൾ ക്വാളിഫൈ ചെയ്തിട്ടുള്ള പരീക്ഷകൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ നടത്തി അതിൽ കടന്നു പറ്റാനുള്ള ശ്രമം നടത്തുക. ഓൾ ദി ബെസ്റ്റ്.